ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത.
ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തർ സലീം വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറിയതായും മർദ്ദിച്ചതായും പരാതി. സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മാമ്പഴത്തറ. ബിജെപിയുടെ വർഗീയത കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബിജെപി SNDP ബന്ധത്തിന് താൻ ഇടനിലക്കാരനായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. വിവിധ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി പത്തനാപുരത്ത് LDF-ന്റെ പ്രകടന പത്രിക. അടിസ്ഥാന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടപ്പാളയം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ മാമ്പഴത്തറ സലീം വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ ഇടപ്പാളയം സ്വദേശിനിയായ വീട്ടമ്മ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടപ്പാളയത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ മാമ്പഴത്തർ സലീം തന്നോട് ഫോണിലൂടെ അപമര്യാദയെ സംസാരിച്ചുവെന്നും താനിത് ഫോണിൽ റെക്കോർഡ് ചെയ്തറിഞ്ഞ് വ്യാഴാഴ്ച വീട്ടിലെത്തി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് ഇടപ്പാളയം ആറുമുറിക്കട സ്വദേശിനിയായ വീട്ടമ്മ പരാതിപ്പെട്ടു. കോൾ അടിക്കുക, ഇയാൾ തന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഇയാൾ ഇതേ രീതിയിലുള്ള അനാവശ്യങ്ങൾ തന്നെ എന്നോട് സംഭാഷണം ചെയ്ത് ഞാൻ ആ ഫോൺ എൻ്റെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇയാൾ ഇന്ന് രാവിലെ ഇത് ആരോ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ വിളിച്ച് കുറേ പ്രാവശ്യം വിളിക്കുകയും ഞാൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തതിന് ശേഷം എല്ലാവരും കൂടെ കൂട്ടി എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ ഈ ആൾക്കാരെല്ലാം കൂടെ കൂടുന്നുണ്ട്. ഞാൻ പുറവശത്തോടെ ഇറങ്ങി പഞ്ചായത്ത് റോഡിൽ വന്ന് നിന്ന് മീൻ വാങ്ങിക്കാൻ നിന്നപ്പോഴത്തേന് ഇയാൾ അവിടെ ആൾക്കാരൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ടൂർ കൊണ്ടുപോകാൻ വിളിച്ച കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞോ, ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു കാണുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുവാടി രൊക്കപ്പുള്ളിയാണോ, നീ അങ്ങനെ നടക്കുന്നവളല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് വളരെ അപമര്യാദയായിട്ട് ചീത്ത എന്നോട് പറഞ്ഞു. അടി മറ്റേ മോളെ നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ എന്തിനാടി മറ്റുള്ളവരോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ തന്നെ തമിഴ്നാട്ടിലേക്ക് ടൂർ പോകാൻ മാമ്പഴത്തർ സലീം ഫോണിലൂടെ ക്ഷണിച്ചുവെന്നും ഇദ്ദേഹം നിരന്തരം ഇത്തരത്തിൽ അപമര്യാദയെ പെരുമാറിയിട്ടുണ്ടെന്നും വീട്ടമ്മ കൂട്ടിച്ചേർത്തു. 2 വർഷത്തിന് മുന്നേ ഒരു പോക്കുവരവിന്റെ ആവശ്യത്തിനായിട്ട് ഞാൻ പോയിരുന്നു. അന്ന് അയാളുടെ ഒരു ഓഫീഷ്യൽ റൂമിൽ വെച്ച് കാണുകയും അയാളുടെ അടുത്ത് ഞാൻ പോക്കുവരവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേന് അയാൾ എന്നെ കയറി കെട്ടിപ്പിടിച്ചിട്ട് നമുക്കൊരു ടൂർ പോയിട്ട് വന്നിട്ട് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരെ അയാളുടെ അടുത്ത് പിന്നെ ഒരു കാര്യത്തിന് ആവശ്യപ്പെടാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നത്. 5 ദിവസത്തിന് മുന്നേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഉണ്ണി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇയാൾ ഒരു ഫോൺ നമ്പർ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഇയാളെ വിളിക്കണമെന്ന് പറഞ്ഞു. ഇയാൾ വന്നപ്പോൾ ഞാൻ വീട്ടിലില്ലായിരുന്നു. വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മളൊരു ജനപ്രതിനിധി അല്ലേന്ന് വിചാരിച്ച് ഞാനൊരു ഫോണിൽ വിളിച്ചപ്പോഴത്തേനും ഇയാൾ ഓട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാം നമുക്ക് തമിഴ്നാട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരണം, നമുക്ക് ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞ്. ശല്യം അസഹ്യമായപ്പോൾ താനിത് ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു അത്രേ. ഇത് മനസ്സിലാക്കിയ മാമ്പഴത്തർ സലീം വ്യാഴാഴ്ച രാവിലെ തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. നിന്റെ കൈ തെളിവുണ്ടോടി ഞാനത് പറഞ്ഞേനെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൈ തെളിവുണ്ട്, നീ പറഞ്ഞതല്ല എൻ്റെ ഫോണിൽ റെക്കോർഡാന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നെ കൊങ്ങാക്കി കുത്തിപ്പിടിക്കുകയും എൻ്റെ കൈക്ക് കയറി ഇങ്ങനെ പിടിച്ചിട്ട് ഫോൺ പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് എൻ്റെ നൈറ്റ് ഞാൻ ഫോൺ കൊടുത്തില്ല, എൻ്റെ നൈറ്റി എല്ലാം പിടിച്ച് വലിച്ച് കീറി അയാൾ എന്റെ വയറ്റത്ത് ഇടിക്കുകയൊക്കെ ചെയ്ത്. മർദ്ദനത്തിൽ പരിക്കേറ്റ വീട്ടമ്മ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ലൈവ് വാർത്ത പുനലൂർ. അതേസമയം സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ആരോപണ വിധേയനായ മാമ്പഴത്തറ സലീം പ്രതികരിച്ചു. പരാജയഭീതിയിലായ ചില LDF നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പരാജയഭീതി മുന്നിൽ കണ്ട് ഇടതുപക്ഷ മുന്നണി നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നതെന്ന് മാമ്പഴത്തർ സലീം പ്രതികരിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി CPM എന്നെ വകവരുത്താനും ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചനകൾ നടത്തി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ നശിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ഒരു ട്രാപ്പിംഗ് ഫോർമുല ഉണ്ടാക്കിക്കൊണ്ട് അവർ ചെയ്തു. CPM കഴിഞ്ഞ 4 ദിവസമായി ഈ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച ഒരു ട്രാപ്പിംഗ് ആണ് ഇന്ന് രാവിലെ ഇവിടെ അരങ്ങേറിയത്. ഈ സ്ത്രീയുമായി സംസാരിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ആ സമയം അവർ പ്രകോപനപരമായി സംസാരിക്കുകയായിരുന്നുവെന്നും മാമ്പഴത്തർ സലീം കൂട്ടിച്ചേർത്തു. തന്റെ എതിർ സ്ഥാനാർത്ഥി നടത്തിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിന് താൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി ഇടതുപക്ഷ മുന്നണി നടത്തിയ ഗൂഢാലോചനയുടെ ഇരയാണ് താനെന്നും മാമ്പഴത്തർ സലീം പറഞ്ഞു. ഇവിടെ വിനുമത്തായി VSSന്റെ പ്രസിഡന്റാണ്. അയാളും ഇവിടെ ഒരു സോളാർ ഫെൻസിംഗ് ജോലി ചെയ്യുന്ന ഒരു കരാറുകാരൻ തമ്മിലുണ്ടാക്കിയുള്ള അവിശുദ്ധ ബന്ധം 1,60,60,000 രൂപയുടെ തിരിമറി നടത്തി വിജിലൻസിൽ പരാതിയിരിക്കുന്ന ആ പ്രശ്നം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ ഉന്നയിക്കുകയുണ്ടായിരുന്നു. ആ ഉന്നയിക്കപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചും ഉണ്ടാകാൻ പോകുന്ന അപകടത്തെ സംബന്ധിച്ചും ബോധ്യപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
അതിന് ഈ നാട്ടിലെ ജനങ്ങൾ അതിന് തയ്യാറെടുത്തിരിക്കുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഈ സ്ത്രീ എന്നെ മോശപ്പെടുത്താനും അപമാനിക്കാനുമുള്ള ഒരു പരിശ്രമം നടത്തിയത്. എന്നാൽ ദൈവഹിതം കൊണ്ട് എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുകയുണ്ടായി. ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജോയി കുടിൽപുരയിടം, പ്രസാദിന്റെ മകൻ ഷിബു, അങ്ങനെ തുടങ്ങിയ ആളുകളുമായി മോനച്ചന്റെ വീട്ടിൽ ഇരുന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അതിനുശേഷം അംഗനവാടി ടീച്ചറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ അംഗനവാടിയുടെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴും അവിടെ ഈ സ്ത്രീ അവിടെ നിൽപ്പുണ്ട്. ഞാൻ അംഗനവാടി ടീച്ചറെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ബാപ്പ എല്ലാം ഉണ്ടോ, അവരുമായി സംസാരിക്കാനുണ്ടോ? അന്നേരം പറഞ്ഞു ബാപ്പ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പിന്നെ വീട്ടിലോട്ട് വരേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം ഈ അംഗനവാടി ടീച്ചർ അംഗനവാടിയിലേക്ക് കയറിപ്പോയ സമയം വളരെ മോശമായ ഭാഷയിൽ ഈ സ്ത്രീ എന്നോട് സംസാരിക്കുകയും ഉണ്ടായി. എന്നാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് സ്വയം സഹിച്ചുകൊണ്ട് ഒരു വികാര പ്രകടനവും നടത്താതെ, അവരോട് ഒരു വാക്ക് പോലും അസഭ്യമായി പറയാതെ ഞാൻ അവിടെ നിന്ന് പിന്തിരിയുകയാണുണ്ടായത്. ലൈവ് വാർത്ത തെന്മല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നടിയുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജെയിംസ് കക്കാടിന്റെ പ്രചരണ ജാഥ മെതുകുമേൽ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനാപുരത്തെ ജനങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങൾ മണ്ടന്മാരെന്നാണ്. പത്തനാപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ അവർക്കറിയാം ഇതൊക്കെ. പഴയകാല ചരിത്രമൊന്നും ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പത്തനാപുരത്ത് നടക്കുന്ന ഈ രാഷ്ട്രീയ പോരാട്ടം അവസരവാദികൾക്ക്, അഴിമതിക്കാർക്ക് എതിരായ പോരാട്ടമാണ്. രാഷ്ട്രീയത്തിൽ നെറികേട് കാണിക്കുന്ന, രാഷ്ട്രീയത്തിൽ വഞ്ചന കാണിക്കുന്ന, ചതി കാണിക്കുന്ന, പിന്നിൽ നിന്ന് കുത്തുകൊടുക്കുന്നതിനായുള്ള ശക്തമായ പോരാട്ടമാണ് പത്തനാപുരത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സംയുക്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഉപയോഗിക്കുക. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ UDF വൻ വിജയം നേടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. സംസ്ഥാനത്ത് ഒട്ടനവധി മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച സർക്കാരാണ് UDF സർക്കാരെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ജനകീയ ഭരണത്തിനുള്ള അംഗീകാരം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ മതനിരപേക്ഷത തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇടതുമുന്നണിയിൽ നിന്നും BJPയിലേക്കുള്ള ഒഴുക്ക് തടയാൻ അവർക്കു തന്നെ കഴിയുന്നില്ലെന്നും കൊടിക്കുന്നിൽ കുറ്റപ്പെടുത്തി. പട്ടാഴി വടക്ക് മെതുകുമേൽ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് M സുദർശനൻ അധ്യക്ഷത വഹിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ നീലാംബരൻ, KPCC സെക്രട്ടറി G രജികുമാർ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, KPCC നിർവാഹക സമിതി അംഗം CR നജീബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെമ്പനരുവി മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ C നായർ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് പുന്നല ഷാജഹാൻ, JSS നേതാവ് നാരായണൻ, M ഷേഖ് പരീദ്, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് M അബ്ദുൾ റഹ്മാൻ, UDF കൺവീനർ K അനിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, വിജയരാജൻ പിള്ള, സുശീലൻ, G റജി, MA സലാം, ചേത്തടി ശശി, S നൌഷാദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. SNDP BJP കൂട്ടുകെട്ടിന്റെ സൂത്രധാരൻ താനല്ലെന്നും തനിക്ക് വേറെ പണിയുണ്ടെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പത്തനാപുരത്ത് UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യമത 6 മാസത്തിനകം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. മാർക്സിസ്റ്റ് പാർട്ടി ഈ 4.5 കൊല്ലം കേരളത്തിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടി, എന്തെല്ലാം സമരങ്ങൾ, ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം നടത്തി. പക്ഷേ അവരെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് CPM പ്രചരിപ്പിക്കുന്നതെന്നും കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലെ UDFന്റെ വിജയം SNDP BJP കൂട്ടുകെട്ടിന്റെ ഫലമായിരുന്നോ എന്നും CPM വ്യക്തമാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഈ 4 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്തെങ്കിലും RSSുമായി ധാരണയുണ്ടാക്കില്ല. ഈ 4 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എങ്ങനെയാണ്? അന്നും BJPയും SNDPയുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടാണോ? UDF ഒന്നിച്ചു നിന്നു, ഒറ്റക്കെട്ടായിട്ട് നിന്നു. നല്ല വിജയം കേരളത്തിൽ ജനങ്ങൾ തന്നു. BJP SNDP ഐക്യം, അതിന്റെ സൂത്രധാരകൻ ഞാനാണ്. എനിക്ക് വേറെ എന്തെല്ലാം പണി കിടക്കും ഇതിനെ എടുക്കാൻ പോകുന്നത്.
പിന്നെ കേരളത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ, UDF ജയിക്കാൻ UDF ശക്തി ഒന്ന് ഒന്നിച്ച് നിന്നാൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴും കേരളത്തിലൊട്ടാകെ UDF ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുക. അപ്പൊ ജയിക്കാൻ പോകുന്നത് ആരാണ് എന്ന് പിണറായി വിജയനും കൂട്ടർക്കും അറിയാം. അപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കുക, മുൻകൂർ ജാമ്യം ഒന്ന് ഇതിൽ നിന്ന് അടിയൂരാൻ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് എങ്ങനെ എന്നുകൂടി മാസ്റ്റർകാരൻ പറയട്ടെ. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി BJP ഏതു തന്ത്രം പ്രയോഗിച്ചാലും കേരളത്തിൽ വിലപ്പോവില്ല. BJPക്കാര് ഈ അവസരം ഉപയോഗിച്ച് ഇവിടെ എന്തെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ പറ്റുമോ നോക്കുക. പക്ഷെ കേരളം എന്നും വർഗീയതയ്ക്കെതിരായി വിധി എഴുതിയൊരു സംസ്ഥാനമാണ്. ആര് വർഗീയ കൂട്ടുകെട്ടുകളായിട്ട് വന്നാലും അവരെ തള്ളിക്കളഞ്ഞ സംസ്ഥാനമാണ് കേരളം. CPMന്റെ നിലപാടുകളാണ് BJPയുടെ വളർച്ചയ്ക്ക് കാരണമായത് എന്നും ഈ അവസരം മുതലെടുക്കാനാണ് BJPയുടെ ശ്രമമെന്നും കേരള ഹൌസിലെ സംഭവത്തിലൂടെ സർക്കാർ കേരളത്തെ അപമാനിച്ചിരിക്കുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം CR നജീബ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ശൂരനാട് രാജശേഖരൻ, DCC പ്രസിഡന്റ് V സത്യശീലൻ, KPCC സെക്രട്ടറി G രതികുമാർ, KLDC ചെയർമാൻ ബെന്നി കക്കാട്, UDF ചെയർമാൻ ബാബു മാത്യു, കൺവീനർ അനിൽ, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, DCC സെക്രട്ടറി അലക്സ് മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് ചെമ്പനരുവി മുരളി, MA സലാം, JM ഷൈജു, പുന്നല ഇബ്രാഹിംകുട്ടി, നാരായണൻ, അസീസ്, ചേത്തടി ശശി, JL നസീർ, ജെയിംസ് കക്കാട്, പള്ളിത്തോപ്പിൽ ഷിബു, ഷെയ്ഖ് പരീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476967. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ്,
100% 916 BIS Hallmark Showroom. Municipal Building, Market Junction, Punalur. Style Bath. Style Bath. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punalur. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, കാർഡിയോളജി, ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, യൂറോളജി, നെഫ്രോളജി, ഗൈനക്കോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്സ്, ENT, സൈക്യാട്രി, ഡെർമറ്റോളജി, ഓൺകോളജി, അനസ്തേഷ്യോളജി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഡെന്റിസ്ട്രി എന്നീ വിഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475 2271341, 2271342, 2271343. LDF പത്തനാപുരം പഞ്ചായത്തിൽ പ്രകടന പത്രിക പുറത്തിറക്കി. പത്തനാപുരം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് LDF നേതാക്കൾ പ്രകടന പത്രിക പുറത്തിറക്കിയത്. അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുമെന്നും സമസ്ത മേഖലയിലും വികസനം ലക്ഷ്യമാക്കുന്ന ഭരണമാണ് LDF ലക്ഷ്യമാക്കുന്നതെന്നും പ്രകടന പത്രിക പരിചയപ്പെടുത്തിക്കൊണ്ട് ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്ന 5 വർഷക്കാലം കൊണ്ട് സമഗ്രമായ വികസനം എന്ന നിലയിൽ ഒരു പ്രകടന പത്രിക തയ്യാറാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വരുന്ന ഭരണസമിതി പ്രവർത്തിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് അധികാര തുടർച്ച ഉണ്ടാകുമെന്നും സമസ്ത മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതെന്നും ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ S. ഷാജി പറഞ്ഞു. 3.5 പതിറ്റാണ്ട് കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തുന്നത്. തീർച്ചയായിട്ടും ആ ഭരണ തുടർച്ച ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ പ്രകടന പത്രിക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ആലോചിച്ച് ജനങ്ങളുടെ ഈ പത്തനാപുരം പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലെയും ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുമായി സംവദിച്ചതിന് ശേഷമാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു വ്യാപാര സമുച്ചയം പണിയുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പൊതു ശ്മശാനം വരണം എന്നാഗ്രഹിക്കുന്നു. ഗതാഗത സൗകര്യമായി 3 മീറ്റർ വീതിയുള്ള എല്ലാ റോഡുകളും പഞ്ചായത്ത് ഏറ്റെടുത്ത് വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഈ വൺ വേ സംവിധാനം ആരംഭിച്ച് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കും. പത്തനാപുരത്തെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് റിംഗ് റോഡ്, ആരോഗ്യ മേഖലയിൽ നിലവിലുള്ള സബ് സെൻ്ററുകൾ വികസിപ്പിക്കും. അതേപോലെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. നഗരവൽക്കരണം നടപ്പിലാക്കും. താലൂക്ക് ആശുപത്രിയുടെ വികസനം നമ്മുടെ ബഹുമാനപ്പെട്ട MLA പത്തനാപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ദേശീയ നിലവാരത്തിലുള്ള ആശുപത്രിയാക്കി വികസിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ സഹായമുണ്ടാകും. എല്ലാവർക്കും വീട് എന്നത് പ്രാവർത്തികമാണ്.
അതേപോലെ ശബരിമല ഇടത്താവളം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ശബരിമല യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. പത്തനാപുരത്തിന്റെ പൊതു ആവശ്യങ്ങളായ പൊതുശ്മശാനം, എല്ലാവർക്കും വീട്, എല്ലാ കവലകളിലും ഹൈമാസ്റ്റ് ലൈറ്റ്, പത്തനാപുരം മാർക്കറ്റിൽ അത്യാധുനിക അറവുശാല, വാടകയ്ക്ക് പ്രവർത്തിക്കുന്നതും സ്വന്തമായി സ്ഥലമില്ലാത്തതുമായ അംഗൻവാടികൾക്ക് സ്വന്തമായി സ്ഥലവും ആധുനിക സൌകര്യത്തോടുകൂടിയ അംഗൻവാടിയും നിർമ്മിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എസ് ഷാജി, ബിനു ദാനിയൽ, CPI ലോക്കൽ സെക്രട്ടറി എസ് സഫറുള്ള ഖാൻ, കേരള കോൺഗ്രസ് ബി നേതാക്കളായ കോട്ടാത്തല പ്രദീപ്, മാഹീൻ വാഴപ്പാറ, CPM ലോക്കൽ സെക്രട്ടറി റെജിമോൻ, എം കരീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബ്ലോക്ക് പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി റിയാദ് മുഹമ്മദ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. വികസന പ്രവർത്തനങ്ങൾ തനിക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ബ്ലോക്ക് പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ H. റിയാസ് മുഹമ്മദ് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. സാമൂഹ്യ സേവന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും പത്തനാപുരം MLA KB ഗണേഷ് കുമാറിനൊപ്പം സഹകരിച്ചുകൊണ്ട് താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂല ഘടകമാകുമെന്നാണ് H. റിയാസ് മുഹമ്മദ് ലൈവ് വാർത്തയോട് പറഞ്ഞത്. ബഹുമാനായ പത്തനാപുരത്തിന്റെ MLA ന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഗണേഷ് കുമാറിന്റെ സഹായത്തോടെ ഒട്ടനവധി കാര്യങ്ങൾ കഴിയുമെന്നൊരു ആത്മവിശ്വാസം. പുറത്ത് അതിൻ്റെ പ്രചരണവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ വളരെ ആവേശകരമായ ഒരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ വിജയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നിലൂടെ എനിക്ക് കൈവരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി SJ പ്രേംരാജിന്റെ അലേമൺ ഗ്രാമപഞ്ചായത്തിലെ പ്രചരണ പരിപാടി KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനത്തോടെ പറയട്ടെ, ഒരുപക്ഷേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ദളിത് സമുദായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഈ നാടിനും സംഭാവന ചെയ്ത ഭാവിയുടെ ഒരു വാഗ്ദാനമാണ് ശ്രീ പ്രേംരാജ്. പുത്തയം യൂസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാൻ, മണ്ഡലം പ്രസിഡന്റ് H. സുനിൽ ദത്ത്, ചാർലി കോലത്ത്, അലൈമൺ അനിൽകുമാർ, KG സാബു, UDF ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സജീന, സജി, അബ്ദുൾ വാഹിദ്, ഷാജഹാൻ, സിദ്ദിഖ്, VP ദിവാകരൻപിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പത്തനാപുരത്ത് പേയ്മെന്റ് സീറ്റ് വിവാദം പുകയുന്നു. പത്തനാപുരത്തെ UDF സ്ഥാനാർത്ഥികളിൽ പലരും പണം നൽകിയാണ് സ്ഥാനാർത്ഥിയായതെന്നും LDF ആരോപണം ഉന്നയിച്ചു. ജില്ലാ പഞ്ചായത്ത് പത്തനാപുരം ഡിവിഷൻ ടൌൺ സെൻട്രൽ വാർഡ്, നെടുമ്പറമ്പ്, ഇടത്തറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയം ചൂണ്ടിക്കാട്ടിയാണ് LDF നേതാക്കൾ UDFനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി രംഗത്ത് വന്നത്. പേയ്മെന്റ് സീറ്റാണ് എന്ന് പറയുന്നത് ഈ പേയ്മെന്റ് ഒരാൾ വാങ്ങുകയും വേറൊരാൾ കൊടുക്കുകയും ചെയ്യണം. പേയ്മെന്റ് കൊടുക്കാൻ ഒരാൾ വേണം, വാങ്ങാൻ ഒരാൾ. ആരാണ് വാങ്ങിയത്, ആരാണ് കൊടുത്തത്? സ്വാഭാവികമായ ഒരു ചോദ്യം. അതൊന്നും ഇവിടെ പറയാവുന്ന കാര്യമല്ല. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്നും UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ അവഗണിച്ചുവെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വെട്ടിനിരത്തിക്കൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നിർണയം നടത്തിയതെന്നും LDF നേതാക്കൾ ആരോപിച്ചു. എന്നാൽ DYFI, AAYF, യൂത്ത് ഫ്രണ്ട് ബി എന്നീ യുവജന സംഘടനകൾ യുവാക്കൾക്ക് വമ്പിച്ച പ്രാധാന്യമാണ് നൽകിയതെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾ യുവജന രംഗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് സജീഷ് DYFIയുടെ മത്സരിക്കുന്നു. DYFIയുടെ തന്നെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അൻസാർ മത്സരിക്കുന്നു. DYFIയുടെ തന്നെ ഏരിയ നേതാവായിട്ടുള്ള നമ്മുടെ പിറവന്തൂര് രാജീവ് മത്സരിക്കുന്നു. അങ്ങനെ ഒരു 4-5 ചെറുപ്പക്കാർ DYFI യുവജന രംഗത്ത് മത്സരിക്കുന്നു. AIYFന്റെ നേതാക്കന്മാർ മത്സരിക്കുന്നു. അപ്പുറത്തൊന്ന് നോക്ക്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങൾ കൂടുതൽ മത്സരിപ്പിക്കുന്നു. വനിതാ സംവരണ സീറ്റിൽ പിന്നോക്കക്കാരിയായിട്ടുള്ള കല്യാണിയാണ് മത്സരിക്കുന്നത്. അതേപോലെ തന്നെ വനിതാ സംവരണത്തിൽ 50 എന്നുള്ളത് ഞങ്ങൾ കുറച്ചുകൂടി കൂട്ടി, മാങ്കോട് ഉൾപ്പെടെ. അതിൻ്റെ അവരുടെ കഴിവിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. വിജി മധുസൂദനായാലും കല്യാണി ആയാലും പ്രഗത്ഭത തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അവരെ ഞങ്ങൾ പരിഗണിക്കാൻ തയ്യാറായി. അങ്ങനെ അപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ? റിബലുകൾ അപ്പുറത്തില്ലേ? കേരള കോൺഗ്രസിന്റെ തന്നെ നിലവിലുള്ള പ്രവർത്തകയായി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന പൊന്നമ്മ ജയൻ, CPM ഏരിയ സെക്രട്ടറി
സെക്രട്ടറി അംഗങ്ങളായ എസ് ഷാജി, ബിനു ദാനിയൽ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് സഫറുള്ള ഖാൻ, എം കരീം, കോട്ടാത്തല പ്രദീപ്, മാഹീൻ വാഴപ്പാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് 1ാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800, 2ാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ, 3ാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ, 4ാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ, 5ാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, 6ാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓതർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. വീടിന് ഭീഷണിയായ ഓട കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മനോഹരനും കുടുംബവും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു.
അനുകൂല വിധി വന്നിട്ടും രാഷ്ട്രീയ ഇടപെടൽ മൂലം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെന്നും ആക്ഷേപം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ വെട്ടുത്തിട്ടയിൽ മേഴ്സി വിലാസത്തിൽ മനോഹരന്റെ കുടുംബമാണ് ദിവസങ്ങളായി ഓഫീസുകൾ തോറും കയറിയിറങ്ങുന്നത്. മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, ഓംബുഡ്സ്മാൻ, പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പരാതി നൽകി. അനുകൂല വിധി വന്നെങ്കിലും ചില രാഷ്ട്രീയ ഇടപെടൽ മൂലം ഓടയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഞാൻ 2012 നിരവധി തവണ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് അവരത് ചെയ്യാതെ വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയുടെ സുതാര്യകാലത്തിന് കൊടുത്തു. 2013 സുതാര്യകാലത്തിന് കൊടുത്തപ്പോഴും സുതാര്യകാലത്തിലെ റിപ്പോർട്ട് പഞ്ചായത്ത് അവർ എനിക്കെതിരായിട്ടാണ് പഞ്ചായത്ത് ഡയറക്ടർക്ക് പരാതി കൊടുത്തു. ഇവിടെ ചപ്പാത്തുണ്ട്, മറ്റു രീതിയിലുണ്ട്, വെള്ളശൈലിയില്ലെന്ന്. വീണ്ടും ഞാൻ അങ്ങനെ ആ പേപ്പർ വെച്ചുകൊണ്ട് ഓംബുഡ്സ്മാനെ സമീപിച്ചു. ഓംബുഡ്സ്മാൻ 2013 7-ാം മാസം വിധി വന്നു. വിധി വന്നു കഴിഞ്ഞിട്ടും അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് ചെയ്യാതെ വന്നപ്പം ഞാൻ പഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ ചോദിച്ചു. എൻ്റെ എസ്റ്റിമേറ്റ് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ടില്ലെന്ന് എനിക്ക് മറുപടി വന്നു. അത് വെച്ച് വീണ്ടും ഓംബുഡ്സ്മാനെ സമീപിച്ചു. വിധി വന്നിട്ട് 2 വർഷമായി. അവരുടെ പഞ്ചായത്തിലെ അവരുടെ വ്യക്തി താല്പര്യം അനുസരിച്ച് അവർക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, അവരുടെ സൈഡ് കെട്ടി കൊടുക്കുക. ഇത്രയെങ്കിലും പണികൾ ഈ വിധി വന്നു കഴിഞ്ഞ് ഒരു 10 ലക്ഷം രൂപയുടെ വർക്ക് ഈ വാർഡിൽ ചെയ്തു. എന്നിട്ടും ഇത് ചെയ്തിട്ടില്ല. നിർമ്മാണം നടത്താത്തതിന് പിന്നിൽ ഗ്രൂപ്പ് കളിയാണെന്നും മനോഹരൻ ആരോപിക്കുന്നു. ഇപ്പം നമ്മളോടുള്ള വ്യക്തിവൈരാഗ്യം ഇത് വെച്ച് ഞങ്ങൾ രണ്ടും ഒരു പാർട്ടിക്കാരാണ്. അവരും കോൺഗ്രസ്സുകാർ, മെമ്പറും കോൺഗ്രസ്സുകാർ, ഞാനും കോൺഗ്രസ്സുകാർ. ഗ്രൂപ്പ് കളിയാണ്. ഞാൻ ഐക്കാരനുമായി പോയി. അവർ ഉമ്മൻചാണ്ടിയുടെ ആളാണ്. അവർ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭരണാധികാരി, ഈ വാർഡ് മെമ്പറുകളല്ലേ. അപ്പോൾ അവരത് ചെയ്യത്തില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ഇന്ത്യൻ പൗരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന ആശയം വന്നു. മുഖ്യമന്ത്രിക്ക് എന്തിനാ പരാതി കൊടുത്തേ? പഞ്ചായത്തുകാർ ചെയ്യാതെ ഒന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ചെറിയ മഴ പെയ്താൽ പോലും ശക്തിയായിട്ടാണ് വീടിന്റെ ഭിത്തിക്ക് സമീപത്തുകൂടി വെള്ളം ഒഴുകുന്നത്. പ്രദേശത്തുകാർക്ക് മറ്റൊരു ദുരിതം ആറ്റിൽ നിന്നും വെള്ളം കയറുന്നതാണ്. മഴക്കാലമായാൽ കൃഷിയിടങ്ങളിലും വീടുകളിലും വെള്ളം കയറുന്നു. ഓരോ വർഷത്തിലും വെള്ളം കയറി നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ വില്ലേജിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്താറുണ്ടെങ്കിലും ആനുകൂല്യങ്ങൾ നൽകാറില്ലെന്നും ആക്ഷേപമുണ്ട്. ഈ വെള്ളപ്പൊക്കത്തിൽ 2014 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് 10 പൈസ കിട്ടി. ഞങ്ങളുടെ എല്ലാം വീട്ടിൽ വെള്ളം കയറി ഇതെല്ലാം സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയത്. ഈ വാർഡിൽ 10 പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വില്ലേജിൽ നിന്ന് ഒന്ന് നോക്കി, താൽക്കാലം ഒന്ന് നോക്കി റിപ്പോർട്ടിൽ എഴുതിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞ്, പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞ് വാർഡിലുള്ളവർ ഒന്ന് അപേക്ഷ തരണമെന്ന് പറയും. ഇത് ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. അറിഞ്ഞവർ കൊണ്ടുവന്ന് കൊടുത്തവർക്ക് പൈസ കിട്ടി, ഞങ്ങൾക്കൊന്നും 10 പൈസ കിട്ടി. ആറ്റിൽ നിന്നും വെള്ളം കയറാതെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും വേണ്ട രീതിയിൽ ഓട നിർമ്മിക്കുന്നതിനും അധികൃതർ തയ്യാറാകണമെന്നാണ് മനോഹരന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതുതായി നിർമ്മിച്ച വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ കാട്ടുപന്നി വീണു. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്കും കാട്ടുപന്നി രക്ഷപ്പെട്ടു. എത്ര മണിക്കൂറായി വിളിച്ചിട്ട് ഈ മണിക്കൂറായി വിളിച്ചിട്ട് ഒന്നാമത് ഇവിടെ അടുത്തൊരു കല്യാണം മണ്ണിടിക്കുന്നുണ്ടോ. കാഞ്ഞിരമല സ്വദേശി ജലാലിന്റെ സേഫ്റ്റി ടാങ്കിലാണ് കാട്ടുപന്നി വീണത്. വ്യാഴാഴ്ച രാവിലെയാണ് കാട്ടുപന്നി വീണ വിവരം നാട്ടുകാർ അറിയുന്നത്. തുടർന്ന് നാട്ടുകാർ സംഘടിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറായെങ്കിലും അതിനു മുമ്പ് കാട്ടുപന്നി രക്ഷപ്പെടുകയായിരുന്നു. ബുധനാഴ്ച രാത്രിയോടെയാകാം കാട്ടുപന്നി സേഫ്റ്റി ടാങ്കിൽ വീണതെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്തർ സലീം വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറിയതായും മർദ്ദിച്ചതായും പരാതി. സംഭവം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മാമ്പഴത്തറ. ബിജെപിയുടെ വർഗീയത കേരളത്തിൽ വിലപ്പോകില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബിജെപി SNDP ബന്ധത്തിന് താൻ ഇടനിലക്കാരനായിട്ടില്ലെന്നും മുഖ്യമന്ത്രി. വിവിധ വികസന പദ്ധതികൾ ഉൾപ്പെടുത്തി പത്തനാപുരത്ത് LDFന്റെ പ്രകടന പത്രിക. അടിസ്ഥാന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ശുഭവാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.